2 മുട്ടയും കുറച്ച് ബ്രെഡ് സ്ലൈസും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് നമുക്ക് തയ്യാറാക്കാം. ആദ്യം തന്നെ നമുക്ക് മുട്ട വെച്ച് ഒരു ഫില്ലിംഗ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുമ്പോൾ വലിയ സൈസിലുള്ള ഒരു സവാള ചെറുതാക്കി അരിഞ്ഞ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ 2 പച്ചമുളക് അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സവാള നന്നായി വഴറ്റിയെടുക്കണം. സവാള വഴണ്ടി വരുമ്പോൾ 1/4 കപ്പ് കാബേജ് അരിഞ്ഞതും 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പാനിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം. ക്യാരറ്റും കാബേജും കൂടുതൽ വേവിക്കേണ്ട, ഒന്ന് വലിഞ്ഞു വന്നാൽ മതി. ക്യാരറ്റും കാബേജും വെന്ത് വരുമ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കണം. അടുത്തതായി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 നുള്ള് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണം മാറിയാൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. പൊടികളൊക്കെ ആഡ് ചെയ്ത് മസാല ആകെ ഡ്രൈ ആയി പോയതുകൊണ്ട് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മുട്ട ചേർത്ത് കൊടുക്കാം. 2 മുട്ട ബോയിൽ ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഇളക്കി മുട്ട മസാലയുമായിട്ട് മിക്സ് ചെയ്യണം. അവസാനമായി 1 പിടി മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായി തണുത്തു വരണം. ഈ സമയം കൊണ്ട് നമുക്ക് ബ്രെഡ് സ്ലൈസ് ഷേപ്പാക്കി എടുക്കാം. 9 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഈ അളവ് വെച്ച് ഒരു 9 എണ്ണം നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇനി ഒരു ബ്രെഡ് സ്ലൈസ് എടുത്ത് ഏതെങ്കിലും ബോട്ടിലിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു അടപ്പ് വെച്ച് ബ്രെഡ് സ്ലൈസിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബ്രെഡിൽ നിന്നും അടർത്തിയെടുക്കണം. ഇതുപോലെ എല്ലാ ബ്രെഡ് സ്ലൈസിൽ നിന്നും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റണം. അടുത്തതായി ബ്രെഡ് സ്ലൈസ് ഇതുപോലെ 2 ആയിട്ട് വീണ്ടും കട്ട് ചെയ്യണം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കവർ ചെയ്യണം. ബ്രെഡ് പീസുകളെല്ലാം ഫില്ലിംഗ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയ ബ്രെഡ് പീസുകൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ബ്രെഡ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് ഒട്ടും കട്ടകളില്ലാതെ കുറച്ച് ലൂസായിട്ടുള്ള പരുവത്തിൽ ബാറ്ററാക്കി എടുക്കണം. ഒരുപാട് ലൂസായി പോകരുത്. ഇനി ഓരോ ബ്രെഡ് പീസ് എടുത്ത് ആദ്യം ഈ മൈദ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്യണം. ഇതുപോലെ 2 വട്ടം മൈദമാവിൽ മുക്കി ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്യണം. അതുപോലെ ഷോപ്പിൽ നിന്നും വാങ്ങിക്കുന്ന ബ്രെഡ് ക്രംസ് ഉപയോഗിക്കരുത്. അത് വളരെ നൈസ് ആയിട്ടുള്ള പൊടിയാണ്. ഇതുപോലെ ബ്രെഡ് പൊടിച്ചെടുത്തത് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് ഒട്ടും പൊട്ടാതെ തന്നെ സ്നാക്സ് തയ്യാറാക്കാൻ പറ്റും. ബ്രെഡെല്ലാം ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാവും. പുറത്തെ കോട്ടിംഗ് ഒന്ന് മൊരിഞ്ഞു വന്നാൽ മതി. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. തിരിച്ചും മറിച്ചുമിട്ട് മൊരിയിച്ചെടുക്കണം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിനും ഹൈക്കും ഇടയിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ ഒട്ടും എണ്ണ കുടിക്കാതെ നമുക്ക് സ്നാക്സ് റെഡിയാക്കാം. എല്ലാ സൈഡും ലൈറ്റ് ഗോൾഡൻ കളർ ആയാൽ എണ്ണയിൽ നിന്നും കോരി ടിഷ്യൂ പേപ്പറിലേക്കോ കിച്ചൺ ടവലിലേക്കോ മാറ്റാം. മുട്ടയും ബ്രെഡും വെച്ചിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. മീഡിയം സ്പൈസിയാണ് ഇതുപോലെ തയ്യാറാക്കുമ്പോൾ. കൂടുതൽ സ്പൈസി വേണമെന്നുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടുതൽ ചേർത്താൽ മതി. ടൊമാറ്റോ കെച്ചപ്പ് വെച്ച് നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്